സെർച്ച് നൈന മർഡർ കേസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു വെബ് സീരീസാണ്. 6 എപ്പിസോഡ് മാത്രമുള്ള ഒരു വെബ് സീരീസാണിത്. കൊൺകണ സെൻ ശർമ്മയാണ് ഈ ഒരു സീരീസ് ലീഡ് ചെയ്യുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ശിവ് പണ്ഡിറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധാദാസ്, പിന്നെ അങ്ങോട്ട് കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഈ ഒരു മൂവിയിലുണ്ട്. പേര് പോലെ തന്നെ നൈന മർഡർ കേസ് തന്നെയാണ് ഈ ഒരു മൂവി ഡീൽ ചെയ്യുന്നത്. സോ അവർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അങ്ങനെ മരണപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കൊൺകണ സെൻ ശർമ്മ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ജോലിയിൽ നിന്ന് റിലീവ് ആവാനായിട്ട്. ഫാമിലിയായിട്ട് ഒരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ആ ഒരു ദിവസത്തിനിടയ്ക്കാണ് ഈ ഒരു സംഭവം മെയിനായിട്ട് നടക്കുന്ന ഈ ഒരു മർഡറിൻ്റെ കേസ് വന്നു പെടുന്നത്. അപ്പോൾ ഓൾറെഡി റീപ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ആ ഒരു റീപ്ലേസ്മെൻറ്റ് വന്ന ക്യാരക്ടറാണെങ്കിൽ ഈ സിനിമയിൽ നല്ല ആറ്റിറ്റ്യൂഡുള്ളൊരു ക്യാരക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും പുള്ളിക്ക് മുടിഞ്ഞ ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു സിനിമയിൽ. സോ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നത്. സോ തീർച്ചയായും ഇവർ തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഇവർ തമ്മിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൊൺകണ സെൻ ശർമ്മയുടെ ക്യാരക്ടറും ഈ ഒരു ക്യാരക്ടറുമായിട്ട്. കാരണം ആ ഒരു DGPക്ക് ഉറപ്പായിട്ടും ഈ കൊൺകണ സെൻ ശർമ്മയുടെ ക്യാരക്ടർ തന്നെയാണ് ആ ഒരു കേസ് അന്വേഷിക്കേണ്ടത്. കാരണം ഇദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കുറവാണ്. സോ അനാവശ്യ ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ഒരു കേസ് അന്വേഷിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു സെർച്ച് നൈന മർഡർ കേസിൻ്റേത്. സോ ഒരു മൂവിയുടെ പോസിറ്റീവ് സൈഡിലേക്കാളും കൂടുതൽ ഈ മൂവിക്ക് നെഗറ്റീവാണുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആദ്യം തൊട്ട് അവസാനം വരെ ക്ലിയർ ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ്. കൊൺകണ സെൻ ശർമ്മയുടെയും അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന അത്യാവശ്യം നല്ല ആറ്റിറ്റ്യൂഡുള്ള ഈ ഒരു പോലീസ് ഓഫീസർ. സോ ഈ ഒരു പോലീസ് ഓഫീസറിൻ്റെ പെർഫോമൻസ് അപ്പോൾ എനിക്ക് പേഴ്സണലി കാര്യമായിട്ട് വർക്കൗട്ടായത്. കാരണം മിക്ക സീക്വൻസസിലും ഒരേ എക്സ്പ്രഷൻ ഉള്ള പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ സംഭവങ്ങളൊന്നും തന്നെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഇടുന്നത് പോലും അങ്ങോട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ അല്ല വന്നിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു സീരീസിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് തോന്നിയത്. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറിൻ്റെ ക്യാരക്ടറാണ്. കൊൺകണ സെൻ ശർമ്മയുടെ അത്രയും തന്നെ പ്രാധാന്യമുള്ള വേറൊരു ക്യാരക്ടർ. സോ അതൊന്നുമല്ലാതെ നോക്കുവാണെങ്കിൽ ഈ സീരീസിൻ്റെ മേക്കിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വർക്കൗട്ട് ആവാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 6 എപ്പിസോഡിൽ പറയാനുള്ള സംഭവം 3.25 മണിക്കൂറാണ് ഓഡിയൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സീരീസിൽ. പക്ഷേ ഇത് അതിൽ എളുപ്പത്തിൽ ഒരു 3 എപ്പിസോഡിൽ തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരുന്നു. കാരണം അതിനുള്ള സംഭവങ്ങളൊക്കെ സീരീസിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സീരീസിൻ്റെ മേജർ നെഗറ്റീവ്. ട്വിസ്റ്റായിട്ട് കൊണ്ടുവരുന്ന പല സംഭവങ്ങളും ആദ്യം തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളായിരുന്നു. സോ അങ്ങനെ പോകുന്ന ഒരു സീരീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണ ഭാഗങ്ങളും കാര്യമായിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു അത്യാവശ്യം ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ കൊൺകണ സെൻ ശർമ്മയുടെ പെർഫോമൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു സബ്ജക്റ്റ് കാര്യമായിട്ട് എൻഗേജിങ്ങും അല്ല, അങ്ങനെ ഒരു മേക്കിങ്ങും ആ ഒരു ലെവൽ വന്നിട്ടില്ല. പക്ഷേ കൊൺകണ സെൻ ശർമ്മയുടെ പെർഫോമൻസ് ഒരു മെൻ്റലി കുറേ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ക്യാരക്ടറാണ്. കാരണം വർക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ലൈഫിൽ, അതിപ്പോൾ മകളാണെങ്കിലും ഭർത്താവാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് അല്ല അവർ തമ്മിൽ. അതിൻ്റെ കൂടെ ഈ ഒരു കേസിൽ സ്റ്റക്ക് ആകുമ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാകുന്ന മെൻ്റലിയുള്ള പല പല സംഭവങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടാണ് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ആ ഒരു ഗേൾസിൻ്റെ, ആ ഒരു വുമൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പ്രത്യേകതരം സീക്വൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കൊൺകണ സെൻ ശർമ്മയുടെ ക്യാരക്ടർ ഗണ്ണിലെ ബുള്ളറ്റ്സ് എടുക്കാറില്ല കാര്യമായിട്ട്. ആ ഒരു ഇൻട്രോഗേഷൻ സീനിൽ പോയാലും എവിടെ പോയാലും അങ്ങനെ കാര്യമായിട്ട് ബുള്ളറ്റ്സ് എടുക്കാറില്ല. അതിൻ്റെ ഒരു റീസൺ 6ാമത്തെ എപ്പിസോഡൊക്കെ ആകുമ്പോഴാണ് പറയുന്നത്. സോ ആ ഒരു സീക്വൻസിലൊക്കെ തന്നെ ആ ഒരു പെർഫോമൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സീരീസിൻ്റെ പ്രധാന പോസിറ്റീവുകൾ. അതെല്ലാം നോക്കുകയാണെങ്കിൽ കാര്യമായ പോസിറ്റീവ്സ് ഒന്നും ഈ ഒരു സീരീസിൽ ഫീൽ ചെയ്തില്ല. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും ഒരു പോസിറ്റീവാണ്. ശിവ് പണ്ഡിറ്റ് ആണെങ്കിലും ശ്രദ്ധാദാസ് ആണെങ്കിലും ഒരു നൈനയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ക്യാരക്ടറാണെങ്കിലും എല്ലാവരും തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം 3.25 മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളോ എൻഗേജിങ് ആയിട്ടുള്ള നറേഷനോ കാര്യമായിട്ടുള്ള ട്വിസ്റ്റുകളോ അങ്ങനെയുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസിൽ വരുന്ന സംഭവങ്ങളൊന്നും തന്നെയില്ല. ഇതിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ലാസ്റ്റ് വരെ ആ ഒരു കില്ലർ ആരാന്ന് കാണിക്കുന്നില്ല. അതിൽ കുറേ ഊഹാമോഹങ്ങളും കുറേ ആളുകളുടെ നേരെ വിരൽ ചൂണ്ടുന്നതല്ലാതെ ഏറെക്കുറെ അതാണെന്ന് തന്നെ പറയുന്നുണ്ടെങ്കിലും അത് കാര്യമായിട്ട് സ്ട്രെസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ 3.25 മണിക്കൂർ ഈ ഒരു സീരീസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കില്ലറിനെ കാണിക്കാതെ ആ ഒരു കില്ലറിലോട്ട് ഏറെക്കുറെ എത്തി പിന്നെ അങ്ങോട്ട് കുറേ ആളുകളുടെ നേരെ വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളാണ് പിന്നെയും കൊണ്ടുവരുന്നത്. സോ അത് ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവാണ്. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ.